കുക്ക് ബുക്ക് റെസിപ്പി ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5 തരത്തിലുള്ള സ്റ്റൂകളെ കുറിച്ചാണ്. ആദ്യത്തെ സ്റ്റൂ മട്ടൺ സ്റ്റൂ. തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: മട്ടൺ 1 കിലോ, സവോള 3 എണ്ണം ഇടത്തരം വലുപ്പത്തിലുള്ളത്, വെളുത്തുള്ളി 2 എണ്ണം, തക്കാളി 1, ഇഞ്ചി കുറച്ച്, കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഉരുളക്കിഴങ്ങ് ഇടത്തരം 2 എണ്ണം, കട്ടിയുള്ള നാളികേരപ്പാൽ അതായത് തമ്പാൽ, കുരുമുളക്, കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്കായ, പെരുംജീരകം, വെളിച്ചെണ്ണ എന്നിവ ആവശ്യത്തിന്. പാചകം ചെയ്യുന്ന വിധം: മട്ടൺ ആദ്യമേ നല്ലതുപോലെ കഴുകിയെടുക്കുക. അല്പം വിനാഗിരി ചേർത്ത് വീണ്ടും കഴുകി ഉപ്പിട്ട് കഴുകി മാറ്റിവെക്കുക. മട്ടൻ്റെ എളുമ്പിയ മണം മാറുവാൻ ഇത് സഹായിക്കും. ചുവട് കട്ടിയുള്ള ഉരുളി അല്ലെങ്കിൽ പാനിൽ അല്പം എണ്ണയൊഴിച്ച് മട്ടനിട്ട് ഇളക്കി അടച്ചു വയ്ക്കുക. വെള്ളം ഉടനെ ചേർക്കരുത്. മിക്സി ഡ്രൈ ഗ്രൈൻഡറിൽ കുരുമുളക്, ഏലക്കായ, പട്ട, ഗ്രാമ്പു, തക്കോലം, പെരുംജീരകം എന്നിവ ചതച്ചെടുക്കുക. ഇതിൽ പകുതി ഭാഗം മട്ടനിൽ ചേർത്ത് ഇളക്കുക. 2 മിനിറ്റ് അടച്ചു വെച്ച് പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. സവോള, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞു മാറ്റി വയ്ക്കുക. പച്ചമുളക് കീറിയിട്ടാൽ മതിയാകും. വേറെ ഒരു പാനിൽ ഉള്ളിക്കൂട്ടുകൾ എണ്ണയിൽ മൂപ്പിക്കുക. നിറം മാറി വരുമ്പോൾ ഇറച്ചിയിലിട്ട് യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ചെറിയ തീയിൽ അടച്ചു വയ്ക്കുക. ഉരുളക്കിഴങ്ങ് തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുക. വെന്തു നന്നായി പൊടിഞ്ഞു പോകണം എന്നുള്ളവർ ആദ്യമേ ചേർക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ വെന്ത് കിട്ടുവാൻ ഏകദേശം 40 മിനിറ്റോളമാകും. വെള്ളം കുറയുമ്പോൾ തിളപ്പിച്ച വെള്ളം ആവശ്യാനുസരണം ചേർക്കാം. തക്കാളി ചേർക്കുക. നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ നേരത്തെ മാറ്റിവെച്ചിരിക്കുന്ന ചതച്ച മസാലക്കൂട്ടിലെ ബാക്കി ഭാഗങ്ങൾ വീണ്ടും പകുതി ചേർക്കുക. അല്പം കൂടി കറിവേപ്പില ചേർക്കുക. തീ കുറച്ച് തേങ്ങാപ്പാൽ അല്പമായി ചേർത്ത് യോജിപ്പിക്കുക. തിളക്കരുത്. ബാക്കിയിരിക്കുന്ന ചതച്ച കൂട്ട് വിതറി വാങ്ങിവെക്കുക. അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റോടുകൂടിയ മട്ടൺ സ്റ്റൂ റെഡിയാകും. അടുത്ത റെസിപ്പി ചിക്കൻ സ്റ്റൂ. ചിക്കൻ 1/4 കിലോ, ഉരുളക്കിഴങ്ങ് 1, ക്യാരറ്റ് 2 എണ്ണം, ബീൻസ് 4 എണ്ണം, പച്ചമുളക് 3 എണ്ണം, സവാള 1, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഓരോ ടീസ്പൂൺ വീതം, തക്കാളി ചെറുത് 2 എണ്ണം, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ഗ്രാമ്പു 3 എണ്ണം, ഏലക്ക 2 എണ്ണം, പട്ട ഒരു ചെറിയ പീസ്, കുരുമുളക് 1/4 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആവാം. തേങ്ങയുടെ 1/4 പാൽ 1 കപ്പ്, 2/4 പാൽ 1/2 കപ്പ്, മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ് 1 ടീസ്പൂൺ, ഉപ്പ്, നാരങ്ങാനീര് 1 ടീസ്പൂൺ, പഞ്ചസാര 1/2 ടീസ്പൂൺ. ഇതെല്ലാമാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി ഉണ്ടാക്കേണ്ട വിധം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം ചിക്കൻ 1 സ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പുമിട്ട് വേവിക്കുക. കിഴങ്ങ്, ക്യാരറ്റ് വേവിച്ച് കട്ട് ചെയ്ത് വയ്ക്കുക. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇടുക. ഇതിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ബീൻസ്, തക്കാളി ഇവ ഓരോന്നായി ഇട്ട് വഴറ്റുക. ഇതിലേക്ക് ഇത്തിരി മല്ലിയില ചേർത്ത് വഴറ്റുക. വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. കോൺഫ്ലോർ ചേർക്കുക. 2/4 പാൽ ചേർക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, ക്യാരറ്റ് എന്നിവ ചേർക്കാം. തിളച്ച് കഴിയുമ്പോൾ നാരങ്ങാനീര്, പഞ്ചസാര ഇവ ചേർക്കുക. തിളച്ച് നല്ലതുപോലെ കുറുകി വരുമ്പോൾ 1/4 പാൽ ചേർക്കുക. ശേഷം ഗരം മസാലപ്പൊടി, ബാക്കിയുള്ള കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. ഒന്ന് ചൂടാകുമ്പോൾ തീ ഓഫ് ചെയ്ത് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കുരുമുളകും കൂടി വറുത്തിടുക. പുതിനയില ചേർത്ത് വിളമ്പാം. നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി. അടുത്ത റെസിപ്പി ബീഫ് സ്റ്റൂ. ചേരുവകൾ: ബീഫ് 1 കിലോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, സബോള 4 എണ്ണം, പൊട്ടറ്റോ 2 എണ്ണം, ക്യാരറ്റ് 2 എണ്ണം, ഗ്രീൻ പീസ് 100 ഗ്രാം, ബീൻസ് 100 ഗ്രാം, കറിവേപ്പില 2 തണ്ട്, കാഷ്യൂനട്ട് 50 ഗ്രാം. തേങ്ങാപ്പാലിൽ കുതിർത്ത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കാഷ്യൂനട്ടാണ് വേണ്ടത്. കാഷ്യൂനട്ട്, കിസ്മിസ് 10-12 എണ്ണം വീതം നെയ്യിൽ വറുത്തത് വേറെയും വേണം.
ഏലക്ക 5 എണ്ണം, ഗ്രാമ്പു 5 എണ്ണം, പട്ട ഒരു ചെറിയ കഷ്ണം, തക്കോലം 2 എണ്ണം, വഴനയില 2 3 എണ്ണം എടുക്കാം, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, തേങ്ങാപ്പാൽ അതായത് 1-ാം പാൽ 100 മില്ലി, തേങ്ങാപ്പാൽ 2-ാം പാൽ 200 മില്ലി, ഓയിൽ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 2 ടീസ്പൂൺ. ഇനി പാചകം ചെയ്യാം. ബീഫ് കഴുകി മീഡിയം തരത്തിൽ കട്ട് ചെയ്തെടുത്ത് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂട്ടി മിക്സ് ചെയ്ത് ഒരു 1/4 വേവിലാക്കി വയ്ക്കുക. ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് എന്നിവ ആവിയിൽ വേവിച്ചെടുക്കുക. കളർ പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാഷ്യൂനട്ട്, കിസ്മിസ് എന്നിവ നെയ്യിൽ വറുത്തെടുത്ത് വയ്ക്കുക. ഏലക്ക, വഴനയില, ഗ്രാമ്പു, തക്കോലം, പട്ട എന്നിവ കൈകൊണ്ട് ചെറുതായി പൊടിച്ചെടുത്തത് ഒരു ചെറിയ പാനിൽ ഓയിൽ ചൂടാക്കി ചെറുതായി വറക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സബോള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്തിളക്കി വഴറ്റുക. സവോള ബ്രൗൺ ആവരുത്. ഇതിലേക്ക് ക്യൂബ്സായി മുറിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, 2-ാം പാൽ എന്നിവ ചേർത്ത് ചെറുതീയിൽ കുക്ക് ചെയ്യുക. പകുതി വേവാവുമ്പോൾ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളും ചേർത്ത് 1/4 വേവാക്കുക. ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് മുഴുവനായും കുക്ക് ചെയ്തെടുക്കുക. 1-ാം പാലിൽ കാഷ്യൂനട്ട് കുതിർത്ത് അരച്ചെടുത്ത് ചേർക്കുക. ഗ്രേവി കുറുകി വരുമ്പോൾ വറുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, കിസ്മിസ് എന്നിവ ചേർത്ത് ചൂടോടെ വിളമ്പാം. അടുത്തത് എഗ് സ്റ്റ്യൂ അഥവാ മുട്ട സ്റ്റ്യൂ. ചേരുവകൾ: മുട്ട പുഴുങ്ങിയത് 4 എണ്ണം, സവാള 1, ക്യാരറ്റ് 1, ഉരുളക്കിഴങ്ങ് 1, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 1 കഷ്ണം, പച്ചമുളക് 4 എണ്ണം, കുരുമുളക് പൊടി 1/2 സ്പൂൺ, കറിവേപ്പില 1 തണ്ട്, ഗരം മസാല 1/4 ടീസ്പൂൺ, ഏലക്ക 1, ഗ്രാമ്പു 1, തക്കോലം 1, പട്ട 1, പെരുംജീരകം 1 സ്പൂൺ. ഇവ എല്ലാം കൂടി പൊടിച്ചെടുത്തതാണ് ഗരം മസാല. ഈ ഗരം മസാലയാണ് 1/4 ടീസ്പൂൺ വേണ്ടത്. അണ്ടിപ്പരിപ്പ് 6 എണ്ണം, നെയ്യ് 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 സ്പൂൺ, തേങ്ങാപ്പാൽ 1 ഗ്ലാസ് 1-ാം പാൽ, 2 ഗ്ലാസ് 2-ാം പാൽ. ഇനി പാചകം ചെയ്യാം. പുഴുങ്ങിയെടുത്ത മുട്ട 2ആയി മുറിച്ച് വയ്ക്കുക. സവാള നീളത്തിൽ അരിഞ്ഞെടുത്ത് വയ്ക്കുക. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞെടുത്ത് വയ്ക്കുക. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, കറിവേപ്പില എന്നിവ ഇട്ട് വഴറ്റുക. ഇത് ചെറിയ പിങ്ക് കളറായി വരുമ്പോഴേക്കും ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കണം. സവാള ബ്രൗൺ കളർ ആകുന്നതിന് മുൻപ് തന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എന്നിവ ഇട്ട് കൊടുത്തു 2-ാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇത് ചെറുതീയിൽ ഇട്ട് വേവിച്ചെടുക്കണം. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് 2-ാം പാലിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ മുട്ട കഷ്ണിച്ചു വെച്ചത് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് പാകം നോക്കി ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് തിളയ്ക്കുന്നതിന് മുൻപ് വാങ്ങി മാറ്റുക. ഇതിലേക്ക് 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് വറുത്തത് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ നല്ല രുചിയുള്ള മുട്ട സ്റ്റ്യൂ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത റെസിപ്പി വെജ് സ്റ്റ്യൂ. വെജ് സ്റ്റ്യൂ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ക്യാരറ്റ് 2 എണ്ണം, ഗ്രീൻ പീസ് 1/4 കപ്പ്, ബീൻസ് 4 എണ്ണം, പൊട്ടറ്റോ 1, ക്യാബേജ് 1/4 കപ്പ്, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, തക്കാളി 1, ഗരം മസാല 1/2 സ്പൂൺ, പച്ചമുളക് 4, ഉള്ളി 1, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചത് 1 സ്പൂൺ, കറിവേപ്പില, മല്ലിയില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ഒരു തേങ്ങയുടെ 1-ാം പാൽ 1 കപ്പ്, 2-ാം പാൽ 2 കപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. വെജിറ്റബിൾ കട്ട് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 2-ാം പാലിൽ ആദ്യം വേവിച്ച് വയ്ക്കുക. പാൻ ചൂടാക്കി എണ്ണയൊഴിച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, തക്കാളി ഇവ യഥാക്രമം ഇട്ട് വഴറ്റുക. ശേഷം വേവിച്ച് വച്ചിരിക്കുന്ന വെജിറ്റബിൾ ചേർത്ത് കുരുമുളക്, ഗരം മസാല, 1-ാം പാൽ, മല്ലിയില എന്നിവ ചേർത്ത് തിള വരുമ്പോൾ തീ അണയ്ക്കുക. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഈ വെജ് സ്റ്റ്യൂ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ.